മുഅ്മിനീങ്ങളെ. അപ്പൊ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മളുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റമദാന്റെ ഒരുക്കം എന്നാണ്. ഒന്നാമത്തെ ഒരുക്കം അവസാനത്തെ 10 മുതലാക്കാനുള്ള ഒരുക്കമാണ്. അവസാനത്തെ 10 മുതലാക്കണമെങ്കിൽ റമദാന്റെ മുന്നേ തന്നെ ആലോചിക്കണം എന്നാണ്. ഏതായാലും ചെറിയൊരു നാക്ക് കുട്ടിയൊക്കെ തുണിക്കുപ്പായി എടുക്കല്ലോ, അതെന്നാ റമദാന്റെ മുന്നേ തന്നെ എടുത്താൽ എന്താ കുഴപ്പം? കായ് ഉണ്ടെങ്കിലാട്ടോ ഈ പറഞ്ഞത്. 25,000 എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എടുക്കാൻ വെച്ചാൽ പിന്നെ ഓലെ പറ്റി വർത്താനല്ല. പൈസ ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് റമദാന്റെ മുമ്പ് തന്നെ എടുത്താല് പിന്നെ റമദാനിൽ തിരക്കാൻ പോകണ്ടല്ലോ. ഇനി ഇല്ലെങ്കിൽ ആദ്യത്തെ 10 എടുത്താൽ മതിയല്ലോ, എന്നാൽ അവസാനത്തെ 10 തിരക്കാൻ പോകണ്ടേ? ഏതായാലും ഇപ്പൊ ചെറിയൊരു നാക്ക് കുട്ടിയൊക്കെ തുണിക്കുപ്പായി എടുക്കണ്ടേ? അപ്പൊ റമദാനിലെ ഒന്നാമത്തെ ഒരുക്കം അവസാനത്തെ 10 നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരുക്കമാണ്. റമദാനിലെ രണ്ടാമത്തെ ഒരുക്കം സക്കാത്ത് ആഘോഷമാക്കാതിരിക്കാനുള്ള ഒരുക്കമാണ്. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ആഘോഷ പരിപാടിയല്ല. വെറുതെ കിട്ടുന്ന മുതലിൽ തീരെ ബറക്കത്തില്ലാത്ത മുതല് സക്കാത്താണ് എന്നാണ്. വെറുതെ കിട്ടുന്ന മുതലുകൾ കുറെ ഉണ്ട്. സക്കാത്തുണ്ട്, സ്വതക്കയുണ്ട്, ഹിബത്തുണ്ട്, ഹദിയയുണ്ട്. ഇതൊക്കെ വെറുതെ കിട്ടുന്നതാണ്. പിന്നീട് ഗനീമത്ത് സ്വത്ത്, ഫൈദ് സ്വത്ത്, അങ്ങനെ കുറെ ഉണ്ട്. പ്രധാനമായും 4 എണ്ണമാണ്. ഒന്ന് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധ ദാനം. അതിന്റെ നേരെ മേലെ നിൽക്കുന്നതാണ് സ്വതക്ക, ഇഷ്ടദാനം. അതിന്റെ നേരെ നിൽക്കുന്നതാണ് ഹിബത്ത്, സംഭാവന. അതിന്റെയും മുകളിൽ നിൽക്കുന്നതാണ് ഹദിയ, സമ്മാനം. ഇതിലേറ്റവും ബറക്കത്തുള്ള മുതല് ഹദിയാണ്. ഹദിയായിരുന്നു മുത്തുനബിയുടെ വരുമാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്തായിരുന്നു ജോലി? ആടിനെ നോക്കല് 10 വയസ്സ് തികണതിന് മുമ്പാണ്. ആടിനെ നോക്കിയിരുന്നു നമ്രത്തിന്റെ കൂടെ. അന്ന് വയസ്സ് 5 ആയിട്ടുള്ളൂ, വയസ്സ് 3 ആയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിന്റെ കച്ചവട സംഘത്തിൽ കച്ചവടത്തിന് പോയിട്ടുണ്ട്. അതിന്റെ മുമ്പ് എളാപ്പാന്റെ ഒപ്പം പോയിട്ടുണ്ട്. അത് 25 വയസ്സിലാണ്, നബുവത്തിന് മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരം കർമ്മശാസ്ത്രത്തിൽ ബസീത്ത് എന്ന ഒരു കിതാബുണ്ട്.